COP കെയർ ഓഫ് പേഷ്യൻസിൻ്റെ 6ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 3ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമുക്ക് വ്യക്തമായൊരു നിർദ്ദേശം തരുന്നതാണ്. നമ്മുടെ പേഷ്യൻസിൻ്റെ അസുഖത്തിൻ്റെ തീവ്രതയ്ക്ക് അനുപാതികമായിട്ട് നമുക്ക് അവിടെ നിർദ്ദേശിക്കപ്പെടുന്ന നേഴ്സസിൻ്റെ എണ്ണവും വ്യക്തികളെയും വളരെ പ്ലാൻഡ് ആയിരിക്കണം. കാരണം നമുക്ക് അതിൻ്റെ ഔട്ട്കം, പേഷ്യൻറ്റിൻ്റെ റിസൾട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൂടെയാണ് ഇരിക്കുക. നമുക്ക് വളരെ സീരിയസ് ആയിട്ട് പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്യുന്ന ICU പോലെയുള്ള ഏരിയകളിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസിനെയും നമ്പർ ഓഫ് നേഴ്സസ് പെർ പേഷ്യൻ്റ് എന്നതും വളരെ കൃത്യമായിട്ട് പ്ലാൻഡ് ആയിരിക്കണം. അതിനുള്ള കോമ്പിറ്റൻസി ഉള്ളവരെയാണ് നമ്മളവിടെ ഡിപ്ലോയ് ചെയ്യേണ്ടത് നേഴ്സസിനെ. അതനുസരിച്ചാണ് നമുക്ക് അവിടെ ഒരു ഔട്ട്കം, ഒരു റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ കണ്ടോ കേട്ടോ പരിചയമില്ലാത്തൊരു ജൂനിയർ നേഴ്സിനെ ആ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും റിസൾട്ട് കിട്ടുക? മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിൻ്റെ കാര്യത്തിൽ എത്രമാത്രം കുറയ്ക്കാൻ പറ്റും എന്നത് അവിടെ നമ്മളിടുന്ന സ്റ്റാഫിനെ ബേസ് ചെയ്തിട്ടും കൂടെയാണ്. സോ COP 6C പറയുന്നത് ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ്സ് അക്യൂറ്റി ബേസ്ഡ് സ്റ്റാഫിംഗ് ടു ഇംപ്രൂവ് പേഷ്യൻ്റ് ഔട്ട്കംസ് എന്നാണ്. ക്ലിയർ അല്ലേ? നമുക്കൊന്ന് ശ്രദ്ധിച്ച് നമ്മുടെ സ്റ്റാഫുകളെ ഒരു സിവിയറിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സീനിയർ വേണോ ജൂനിയർ വേണോ, നമ്പർ ഓഫ് നഴ്സിംഗ് എത്ര വേണം എന്ന് തീരുമാനിക്കാം. ഓക്കെ.